ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. നമുക്ക് ഇന്നില്ലേ കുറച്ച് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇളവൻ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ ചീന്തിയതാണ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇളവൻ കുമ്പളങ്ങയെല്ലാം നമ്മൾ ഈ കുക്കറിൽ ഇട്ടിട്ട് വെള്ളം വളരെ കുറച്ച് മതി. എന്ന് വെച്ചാൽ ഇളവനിലും വെള്ളം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ഒരു 2 സ്പൂണ്, ഇത് ഈ സ്പൂണിന് ഒരു 2 സ്പൂണ് ആ ഇളവൻ്റെ ഇളവ് ഇട്ട് കഴിഞ്ഞാൽ, കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടിയിട്ട് 2 വിസിൽ ആവുമ്പോഴേക്ക് നിങ്ങൾ ഓഫാക്കിക്കോ. ഓക്കെ, നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. ഇതിനകത്തില്ലേ മൂടി തുറന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചാളാം. എന്ന് വെച്ചാൽ നമ്മൾ പ്രിക്കോഷന് വേണ്ടി മാത്രം 2 സ്പൂണ് വെള്ളം ആഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇതിന് ആവശ്യമില്ല. എന്നാലും ഇത് അടി പറ്റിപ്പോയാൽ പിന്നെ ഈ പച്ചടീൻ്റെ ടേസ്റ്റ് ആകെ മാറുമല്ലോ. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് വെള്ളം 2 സ്പൂണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചാളാം. വറ്റിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അടി പറ്റാൻ പാടേയില്ല. ഓക്കെ, അടി പറ്റാണ്ട് വേഗം ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ വെള്ളം അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ വേഗം നിങ്ങൾ ഇറക്കിക്കോ. ഓക്കെ, ഇതാ ഞാൻ ആ കുക്കറിൽ വെള്ളം മുഴുവൻ വെച്ചിട്ട് തന്നെ കഷ്ണം വെച്ചിട്ട് തന്നെ വറ്റിച്ച കഷ്ണങ്ങളാണ് ഇത്. ഈ കഷ്ണം ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ബൗളിലാണോ നമ്മൾ പച്ചടി മിക്സ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് തണിയണം. ഓക്കെ, എന്നിട്ട് ഇതാ ഒരു ബൗളിൽ തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കടുക്, പിന്നെ ഒരു ബൗള് തൈര്. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നല്ലോണം മഷി അരക്കുന്ന പോലെ അരയാൻ. ഓക്കെ, ഇതാ ഒഴിച്ചതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കാൻ, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മിൽമ തൈരാണ് യൂസ് ചെയ്തത്. ഇതിന് വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാലില്ലേ, നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമ്പോൾ പിന്നെ ഇത് വേഗം പൂത്തു പോകും. ഇത് ശരിക്കും പച്ചടി ഒരു 2-3 ദിവസമെല്ലാം സുഖമായിട്ട് പുറത്ത് നിന്നോളും. അതുകൊണ്ട് വെള്ളം ആവാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ. അതിനാണ് എല്ലാം കഴുകി തുടച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്തത്. ജാറെല്ലാം കഴുകി തുടച്ചിട്ടാണ് വെള്ളം പോക്കി എന്നിട്ടാണ് അരപ്പെല്ലാം തയ്യാറാക്കിയത്. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഉപ്പും ഉണ്ട്, പുളിപ്പും ഉണ്ട്, തേങ്ങയും എല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കണ്ട് നിങ്ങൾ കറക്റ്റായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും തൈര് ഒഴിക്കാം. തൈര് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണോ, ഒരു തടുക്ക പാൻ വെച്ചിട്ട് കറി വറുത്തിടണം. ഞാൻ കാണിക്കാം. ഇതാ ഒരു തടുക്ക പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ, ഒരു 2 സ്പൂണ് തേങ്ങ, അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടണം. എന്നിട്ട് അതൊന്ന് കുറച്ച് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് 2 കായ്മുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് ഇതിലിട്ടിട്ട്
നമ്മളെന്ത് ചെയ്യും, ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് വഴലുമല്ലോ ഈ മുളകും കറിവേപ്പിലയും. അപ്പോൾ ഉടനെ നമ്മളിതിലേക്ക് ഒഴിക്കും. ഓക്കെ, ഇതാ നല്ലോണം വഴങ്ങിച്ചു. ഇനി ഇതെന്ത് ചെയ്യും, നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ടു. പച്ചടി, ഇതാ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇതേ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് കല്യാണ വീട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന പച്ചടിയില്ലേ, അതേ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻകറേജ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.